നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. നമ്മൾ ഇന്ന് ബാല്യകാലസഖിയെ പറ്റി ചിന്തിക്കുമ്പോൾ ബാല്യകാലസഖിക്ക് 80 വയസ്സായി. ഈ 80 വയസ്സിന് മുൻപ് ആ കാലത്ത് നമ്മുടെ ബേപ്പൂർ സുൽത്താൻ കണ്ട ഒരു സ്വപ്ന ലോകമായിരിക്കും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വപ്നം. കാരണം നമ്മുടെ മുൻ തലമുറക്കാർ കണ്ട സ്വപ്നങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് എന്നാണ് അർത്ഥം. അതുകൊണ്ട് ചിലപ്പോൾ അന്നുണ്ടായിരുന്ന കാലഘട്ടത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു പ്രണയകാവ്യം എഴുതാൻ ഒരുപക്ഷെ ബഷീറിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. ബഷീറിൻ്റെ ഈ പ്രണയ മജീദ് സുഹറ ബന്ധം വളരെ ആത്മീയമായ സ്നേഹബന്ധമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ നോവൽ വായിച്ചു കഴിയുമ്പോഴേ നമ്മളൊന്നും അല്ലാതായി മാറുന്നു. ഒരു നിമിഷം നമ്മുടെ എല്ലാ വികാരങ്ങളും അടങ്ങി നമുക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു ദുഃഖസാഗരത്തിലേക്കാണ് ഈ നോവൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കാനോ വിമർശിക്കാനോ അതിനകത്ത് എന്താണ് വിട്ടുപോയതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നുമില്ലാത്ത വിധം പൂർണ്ണമായിട്ട് നോവൽ തന്നെ ഇവിടെ വായിച്ച് അവതരിപ്പിച്ചു. അതിനകത്ത് നമ്മുടെ ഓദറെ സംബന്ധിച്ച് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതകാലം മുഴുവൻ മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ജനനം മരണം പറഞ്ഞില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. എങ്കിൽ 1908 അദ്ദേഹം ജനിച്ചത്. 1994 ജൂലൈ 5 സുരേഷ് സാർ പറഞ്ഞ പോലെ മരിച്ചു. അത് ഓർമ്മദിനമായിരുന്നു ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഈ പ്രണയകാവ്യം വളരെ ലളിതമായിരുന്നു. വളരെ അസുലഭമായിട്ടുള്ള ചില സന്ദർഭങ്ങൾ അതിനകത്ത് വിവരിക്കുന്നുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ചത് മിണി വലിയൊന്ന് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഒന്നും എത്രയാണത് രണ്ടാണത് ലോകം മുഴുവൻ അറിയുന്ന ആവളം സന്ദേശമാണ്. പക്ഷെ അതിന് ഈ മജീദ് കണ്ടെത്തിയ വശം ഒരു ചെറിയ പുഴയും ഒരു കൈപ്പുഴയും രണ്ടും ചേരുമ്പോൾ ഒരു വലിയ പുഴയായി എന്നുള്ളൊരു സങ്കല്പമായിരുന്നു.
അതാണ് അദ്ദേഹം ചോദിച്ചത്. അല്ലാതെ ഒന്നൊന്നും രണ്ടല്ല എന്നറിയാത്തൊരു മണ്ഡലം ആയതുകൊണ്ട് അറിയുന്നില്ല എന്നുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് സൂചിപ്പിക്കുകയാണ്. പിന്നെ സുഹറ എന്നൊരു കഥാപാത്രം നല്ല ബോൾഡായിരുന്നു. കാരണം ഇവരുടെ പ്രണയം തുടങ്ങുന്നത് 7-ാം വയസ്സിലും 9-ാം വയസ്സിലുമാണ്. കൊച്ചുകുട്ടികളായിരിക്കുന്ന സമയത്ത് ഇത് പ്രണയം പറയാം എങ്കിൽ പറയാം, അല്ലെങ്കിൽ ആത്മീയതയുടെ ഒരു മറ്റൊരു തലത്തിലേക്ക് പോകുകയാണെങ്കിൽ അങ്ങനെയും പറയാം. ഒരു മാവിൽ കല്ല് തീർന്നു മാമ്പഴത്തെക്കുറിച്ച്, മാമ്പഴം ലഭിക്കാതെ വരുന്ന ഒരു സങ്കടമായിരുന്നു സുഹറയ്ക്കുണ്ടായിരുന്നത്. ആ സുഹറ അത് കിട്ടാത്തതുകൊണ്ട് ബോൾഡായിരുന്നു, അതുകൊണ്ട് ഇത്തിരി പ്രതികരിച്ചു എന്നുള്ളതാണ് മജീദിന് ഉണ്ടായിരുന്ന ഒരു തിക്താനുഭവം. പക്ഷെ അത് ആ തിക്താനുഭവം ആയിരുന്നില്ല, അതൊരു അനുഭൂതിയായിരുന്നു. അങ്ങനെ ബഷീറിന്റെ ഓരോ കഥകളിലൂടെ വരുന്ന ചിത്രീകരിച്ചിരുന്ന ഓരോ കഥാപാത്രങ്ങളും, നിരവധി കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഇതിൽ ബാലികരസയിലാണ് സുഹറ, അതുപോലെ തന്നെ നാരായണി, ദേവി, പാത്തുമ്മ, ആ ഒത്തിരി കഥകൾ. ഈ സ്ത്രീകളെല്ലാം ബഷീറിനെ ശമിക്കുന്നുണ്ട്. എല്ലാവരും എൻ്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ളൊരു അർത്ഥത്തിൽ. ഞാൻ പറഞ്ഞതല്ല, ഒരു നിരൂപകൻ എഴുതിയതാണ്. കാരണം ആ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം ഇത്ര വികൃതമാക്കിയത് കൊണ്ട് ഭയങ്കര തിക്താനുഭവം. നമ്മളിത് ദുഃഖിക്കുന്നത് എന്തുകൊണ്ടാണ്? സുഹറയുടെ ജീവിതം അങ്ങനെ ആയതുകൊണ്ട്. സുഹറയ്ക്ക് നമ്മുടെ ഈ മജീദിന് സങ്കല്പം ഉണ്ടായിരുന്നു, എനിക്കൊരു വലിയൊരു കൊട്ടാരം പണിയണം, ആ കൊട്ടാരത്തിൽ സുൽത്താനായിട്ട് ഞാൻ വാഴണമെന്നും പട്ടാഭിഷിയായിട്ട് സുഹറ വേണമെന്നും ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് മജീദ്. അത് ആ പട്ടാഭിഷേക സ്ഥാനത്ത് സുഹറ വരണമെന്ന് സുഹറ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അവരുടെ സംവാദത്തിൽ അത് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനും ബഷീർ, ഈ കഥാകൃത്ത് എന്തിനും സുഹറയെ കൊന്നു, ക്ഷയരോഗിയായിട്ട് അവസാനം മരിക്കുന്നു. അതുപോലെ തന്നെ വീട് വിട്ടിറങ്ങി പോകുന്ന മജീദ് വരാൻ 10 വർഷങ്ങൾക്ക് ശേഷം വരുന്നത്, അതിനിടയ്ക്ക് കശാപ്പുകാരന് കെട്ടിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ കുറേ തിക്താനുഭവങ്ങളുണ്ടായിരുന്നു. എന്തിനാ കഥാപാത്രത്തെ അങ്ങനെ ചിത്രീകരിച്ചു എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. കരഞ്ഞതും ഞാനായിരുന്നു. കാരണം അതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ്. വൈക്കം മുഹമ്മദ് ബഷീർ. ഞാൻ ഈ പറഞ്ഞ ബഷീറിൻ്റെ ഈ വാക്യത്തിൻ്റെ സാരാംശം ഇവിടെ പുസ്തകം അവതരിപ്പിച്ച ശ്രീമതി ഗീത നമ്മുടെ മുമ്പിൽ നിരത്തി. ബഷീറിൻ്റെ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളായി കൂടുതലും അദ്ദേഹം എഴുതിയത്. ഈ കഥയിലെ മജീദും ബഷീറാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതിനുള്ള തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല. അങ്ങനെ ബഷീറിനെ പറ്റി ഒരു സമഗ്രമായ ചിത്രവും ആ പുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് അവതാരിക വളരെയധികം വിജയിച്ചിട്ടുണ്ട്. ബഷീർ മലയാള സാഹിത്യത്തിലെ നോവൽ മാത്രമല്ല എല്ലാ രംഗത്തും കൈവച്ചിട്ടുണ്ട്. ചെറുകഥകൾ, ജീവചരിത്രം. അദ്ദേഹം ജീവചരിത്രം വരെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന്റെ പേരാണ് ഓർമ്മയുടെ അറകൾ. അദ്ദേഹത്തെ പറ്റി പ്രശസ്ത നിരൂപകൻ M.N. വിജയൻ ബഷീറിനെ വിശേഷിപ്പിച്ചത് കാടായി തീർന്ന ഒറ്റമരം എന്നാണ്. കാടായി തീർന്ന ഒറ്റമരം. ഒറ്റമരം ഒരു കാടാകണമെങ്കിൽ ബഷീർ എത്രയോ വളർന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാനും ഓർമ്മിപ്പിക്കാനും പറ്റും. ബഷീറിന്റെ ലളിതമായ സംസാര ഭാഷയും വീട്ടുകളിൽ നമ്മൾ പറയുന്ന പോലെയുള്ള ശൈലിയും നമുക്ക് വളരെയധികം ആകർഷണീയമാണ്. ഇമ്മിണി വലിയ ഒന്ന്, അതിനെപ്പറ്റി ഇവിടെ പലരും പറഞ്ഞു കഴിഞ്ഞു. ഇനി സുഹറ പറഞ്ഞ ഒരു വാദം ഞാൻ പറയാം. ചെറുക്ക, ആ മൊയ്ത്തത് രണ്ടും മുന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ബഷീറിന്റെ സുഹറയുടെ ഒരു സെന്റൻസാണ്. യഥാർത്ഥ ഭാഷയുടെ മാധുര്യവും സൗന്ദര്യവും എടുത്തുകാട്ടി ആസ്വാദ്യതയുടെ പാരമ്യം പ്രേമമെന്നിൽ ചേർത്തോരാ ദൈവം
സഖി നിൻവാൻമൊഴി കാന്തിയേന്തി നീലമേഘങ്ങൾ സഖി നിൻവാൻമൊഴിയുടെ കാന്തിയേന്തി നീലമേഘങ്ങൾ അവതാര ശോഭയായി ഭൂമിയിൽ പല കോടി ഉദിർത്തു കലാകാരൻ പ്രിയനെ പ്രേമമെന്നിൽ ചേർത്തൊരാതെ കലാകാരൻ പട്ടുനൂലു ഞാല കെട്ടി ശാരദ പുഷ്പ വനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മല പോലെ ശാരദ പുഷ്പ വനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മല പോലെ വിശുദ്ധയായി വിരിഞ്ഞു നീ എൻ്റെ വികാര രാജാങ്കണത്തിൽ വിചാര രാജാങ്കണത്തിൽ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളെ പാലുള്ളി ചന്ദ്രൻ പാതിര കാറ്റും പതുങ്ങി നിൽപ്പൂച്ചാരേ പാലുള്ളി ചന്ദ്രനും പാതിര കാറ്റും പതുങ്ങി നിൽപ്പൂച്ചാരേ ഹൃദയവും തമ്മിൽ പറയും കഥകൾ കേൾക്കാൻ പറയും കഥകൾ കേൾക്കാൻ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം കാട്ടിത്തന്നൊരു സുൽത്താൻ മിഴികൾ നിറയും കഥകളിലൂടെ ഓടി നടന്നൊരു സുൽത്താൻ സഹജീവികളെ സ്നേഹിക്കാനും പറഞ്ഞു തന്നൊരു സുൽത്താൻ മിഴികൾ നിറയും കഥകളിലൂടെ ഓടി നടന്നൊരു സുൽത്താൻ സഹജീവികളെ സ്നേഹിക്കാനും പറഞ്ഞു തന്നൊരു സുൽത്താൻ തേനൂറുന്നൊരു തേന്മാവിൻ്റെ കഥകൾ തന്നൊരു സുൽത്താൻ കളിയും ചിരിയും കാര്യവുമായി കഥകൾ ഒരുപാടുണ്ടല്ലോ തേനൂറുന്നൊരു തേന്മാവിൻ്റെ കഥകൾ തന്നൊരു സുൽത്താൻ കളിയും ചിരിയും കാര്യവുമായി കഥകൾ ഒരുപാടുണ്ടല്ലോ ജീവിതം നേർവഴി കാണിക്കാൻ അനുഭവം കഥയായി മാറ്റിയതും നമ്മുടെ സ്വന്തം സുൽത്താൻ മലയാളത്തിൻ സുൽത്താൻ ബേപ്പൂരുള്ളൊരു സുൽത്താൻ നമ്മുടെ സ്വന്തം സുൽത്താൻ മലയാളത്തിൻ സുൽത്താൻ ബേപ്പൂരുള്ളൊരു സുൽത്താൻ. ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുന്നു. സത്യത്തിൽ ഇങ്ങനൊരു പരിപാടി ഏറ്റവും ഉചിതമായത് അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂലൈ 5 തന്നെ ആയിരുന്നു. പക്ഷേ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറഞ്ഞതുപോലെ 10 ദിവസം വൈകിട്ടാണെങ്കിലും അത് ആചരിക്കാൻ അത് ആഘോഷിക്കുകയാണോ ആചരിക്കുകയാണോ എന്നറിയില്ല, ആചരിക്കാനെന്ന് പറയാം. അതിന് ഈ ഒരു പരിപാടി ബഷീർ എഡീഷനാക്കി തീർത്ത KSS
SSPUവിൻ്റെ ബ്ലോക്ക് കമ്മിറ്റിക്ക് പ്രത്യേകം നന്ദി അറിയിച്ചു കൊടുക്കുന്നു. കുശിനിക്കാരനായും ജാലവിദ്യക്കാരനായും ഭ്രാന്തനായും മാജിക്കുകാരനായും ഒക്കെ ജീവിച്ച, അങ്ങനെ ഏതൊക്കെ മേഖലയിലാണ് അദ്ദേഹം മേഖലയിലൂടെയാണ് കടന്നു പോയതെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. വളരെ വിചിത്രമായൊരു ജീവിതം. ആ ജീവിതത്തിൽ താൻ അനുഭവിച്ച കുറേ സന്തോഷങ്ങളും സങ്കടങ്ങളും, തനിക്ക് പറ്റിയ കുറേ മണ്ടത്തരങ്ങളും മറ്റുള്ളവർക്ക് പറ്റിയ കുറേ മണ്ടത്തരങ്ങളും, ഇതെല്ലാം അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തി തന്നത് തൻ്റെ രചനകളിലൂടെ. അത്തരത്തിൽ അദ്ദേഹം പരിചയപ്പെടുത്തിയ ഒരു രചനയാണ് നമ്മുടെ സുഹൃത്ത് ഗീത നേരത്തെ ഇവിടെ കുറേ നേരം സംസാരിച്ച ബാല്യകാല സഖി. ഭയക്കണ്ട, ബാല്യകാല സഖിയെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം പറയാനുള്ളതെല്ലാം ശ്രീമതി ഗീത വളരെ ഭംഗിയായിട്ട് പറഞ്ഞു എന്നാണ് അവസാന ഭാഗം മാത്രം കേട്ട എനിക്ക് തോന്നിയത്. കാരണം ഞാൻ എല്ലായിടത്തും ലേറ്റാണ് സ്ഥിരം. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും അത് കഴിയാറായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, ഞാൻ ഈ ബാല്യകാല സഖിയെ പരിചയപ്പെടുന്നത്, ഈ മജീദിനെയൊക്കെ പരിചയപ്പെട്ടത് ഒരു 40-42 വർഷം മുമ്പാണ്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം അല്ലെങ്കിൽ അത് മുഴുവൻ ഞാൻ ഇവിടെ പറഞ്ഞതാണ്. ഈ ബഷീറിൻ്റെ ലഭ്യമായ സാഹിത്യകൃതികൾ മുഴുവൻ ഒരു 40-42 വർഷം മുമ്പ്, എന്ന് വെച്ചാൽ മൂപ്പത്തന പ്രായത്തിന് മുമ്പ് സംഗതി വായിച്ചു തീർത്തു. പിന്നെ അത് രണ്ടാമതൊരു വായന, ഒരു പുസ്തകവും എനിക്ക് പഥ്യമല്ലാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് വായിക്കാൻ വേണ്ടി എടുത്തു കൊടുക്കുക എന്നല്ലാതെ ഞാൻ തൊടാറില്ല. ഇതാണ് പറയുന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടാവസ്ഥയാണ്. ഒരു സങ്കടാവസ്ഥയിൽ ഒരു മനസ്സിൽ, ഒരു ശരീരത്തിലുണ്ടാകുന്ന ആ തീയ്, ആ വേദന അദ്ദേഹം അവിടെ കാണിച്ചിട്ടുണ്ട്. പിക്ചറൈസ് ചെയ്യാണ് ശരിക്കത്. അത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും അദ്ദേഹം എങ്ങനെയാണ് കണ്ടതെന്ന്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ചെറിയ നിർത്താം. അപ്പോൾ അടുത്തത് ചെറിയ സാധാരണ കൊളോക്കിയൽ ലാംഗ്വേജ്, ചില ആ സ്ഥലത്തിൻ്റെ ഇത്. അദ്ദേഹം വൈക്കം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് പൂത്തോട്ടം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തലവേലപ്പറമ്പ് വേറെ ഉണ്ട്, വൈക്കം വേറെ ഉണ്ട്. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി, ഒരു മുറിഞ്ഞ പുഴ. ഞാൻ പെട്ടെന്ന് അത് ആലോചിച്ചു, അതായിരിക്കാം അദ്ദേഹം വിഭാവനം ചെയ്തതെന്ന്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴുള്ള ആൾക്കാരുടെ ഈ പറയുന്ന ഇന്നും ഞാൻ നിരന്തരം വൈക്കം പോകുന്ന ആളാണ്. അവിടെ കോടതികളിലെ കേസുകളിലോട്ട് ഞാൻ പോകുമ്പോൾ, ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞാനത് ശരിക്കും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങോട്ട് ഈ പൂത്തോട്ട പാലം കഴിഞ്ഞാൽ വളരെ നമ്മുടെ എറണാകുളത്തിന്റെ ആ കൾച്ചർ തന്നെ മാറുന്നുണ്ട്. അങ്ങോട്ട് വരുമ്പോൾ ഒരു ആലപ്പുഴ ടച്ച് വരുന്നുണ്ട്. ആലപ്പുഴ എന്താണെന്ന് ഇപ്പോഴും ആലപ്പുഴ കുറച്ച് താഴെയിലാണെന്ന് എനിക്ക് തോന്നുന്നു സാമ്പത്തികമായിട്ട്. അതേപോലെ തന്നെ വൈക്കം ഞാൻ കാണുന്നത്. കഴിഞ്ഞ മാസം നമ്മളുടെ പിന്നെ ലളിതാംബികാദാസിന്റെ ഒരു ബുക്ക് പറഞ്ഞു. അതില് എനിക്ക് എന്നോട് തന്നെ പ്രായമുണ്ട്, അല്ലെങ്കിൽ എന്നേക്കാൾ 2 വയസ്സ് മൂത്തതാണ്. അത് ജൂലൈയിലാണെന്ന് തോന്നുന്നു, 44. ഞാൻ 44 സെപ്റ്റംബറിലാണ്. ഞങ്ങൾ സമപ്രായക്കാരാണ്. പിന്നെ അതിനു മുമ്പ് തന്നെ ബഷീർ എഴുതിയിട്ടുണ്ട്. പ്രേമലേഖനം അതിനു മുമ്പ് 42 എഴുതിയതാണ്. പ്രേമലേഖനത്തിൽ വാസ്തവത്തിൽ ഗവൺമെന്റിന് വിരോധമായിട്ടൊന്നുമില്ല. പക്ഷേ
ഇദ്ദേഹം നാഷണൽ മൂവ്മെൻറ്റിൽ പങ്കെടുക്കുന്ന കാരണത്താൽ തന്നെ ഗവൺമെൻറ് അതിൻ്റെ പ്രതികരണത്തിൻ്റെ കോപ്പികൾ മുഴുവനും വാങ്ങി കണ്ടുകെട്ടി അത് കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പം പ്രേമലേഖനം എഴുതി, പ്രേമലേഖനം ഇപ്പം നാടകമാക്കിയിട്ടുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ചെങ്ങമ്പുഴ പടക്കിലതിൻ്റെ ആ നാടകം കണ്ടു. അന്ന് തന്നെ ഇപ്പം പ്രേമമാണ് വിഷയം. പ്രേമലേഖനത്തിൽ ഒരു ക്രിസ്ത്യാനി പെണ്ണും ഒരു ഹിന്ദുവും കൂടി പ്രേമിക്കുന്നതാണ് പ്രമേയം. കേശവപിള്ളയും ഒക്കെ ആണെന്ന് സാറയും. അപ്പോൾ അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഈ ബാല്യകാല സഖി ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അംശം തന്നെയാണ്. ബഷീറിനെ പറ്റി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും അദ്ദേഹത്തിൻ്റെ ആത്മാവിഷ്കാരം ഉണ്ട് എന്നാണ് നിരൂപകന്മാർ പറയുന്നത്. ഇത് ഒരു കണക്കിന് നവോത്ഥാനകാല അനന്തരമായ സാഹിത്യത്തിൻ്റെ ഒരു പ്രവണതയാണ്. യൂറോപ്പിലെ നവോത്ഥാനകാലം എന്ന് പറയുന്നത് 14-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയായിരുന്നു. അത് കഴിഞ്ഞും പിന്നെയും 2 നൂറ്റാണ്ട് കഴിഞ്ഞാൽ 1 നൂറ്റാണ്ട് കഴിഞ്ഞാണ് നമ്മുടെ ഇന്ത്യയിൽ സാഹിത്യത്തിലല്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്വാതന്ത്ര്യ സമരത്തിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഊർജ്ജസ്വലം ഉണ്ടായതും. ഇതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ബഹുഭൂരിപക്ഷം പേരും എൻ്റെ ഗുരുസ്ഥാനികരുമാണ്. അപ്പം ഞാൻ ഇന്ന് ബാല്യകാല സഖി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഞാൻ കുട്ടിക്കാലത്ത് എപ്പോഴോ വായിച്ചതാണ്, അല്ലാതെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും വായിച്ചില്ല. എങ്കിലും ഇവിടെ ഗീതമാടം അവതരിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഓരോരുത്തരും പറഞ്ഞതിൽ നിന്നും, കാരണം അടിമകളാണ്. അപ്പം നമ്മൾ ഇന്നിപ്പോൾ സ്വാതന്ത്ര്യമാണ് ആവശ്യപ്പെടുന്നത്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നെടുക്കാൻ അന്നത്തെ ആ പുസ്തകം വായിച്ചിരുന്ന, ബാല്യകാല സഖി വായിച്ചിരുന്ന വനിതകളെല്ലാവരും ഒരു പുതിയ ചിന്തയിലേക്ക് നാമ്പ് തുറക്കാൻ, അവരുടെ ഹൃദയത്തിൻ്റെ വേരുകൾ അല്ലെങ്കിൽ അവരുടെ ചിന്താധാര ഉൾക്കൊള്ളുവാനായിട്ട് ഈ സാഹിത്യ രൂപം ഒരുപക്ഷെ സഹായിച്ചിരുന്നിരിക്കാം. പിന്നെ ബഷീർ സാർ എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയൊരു പ്രതിഭയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഥയിൽ സ്ത്രീയെ വളരെ ഉയർന്ന നിലയിലേക്ക് എത്തിക്കുന്ന കുഞ്ഞുപാത്തുമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു, അതറിയാമല്ലോ. അതിനകത്ത് കുഞ്ഞുപാത്തുമ്മ അമ്മ ഭ്രാന്തിയായിരുന്നു. ഭ്രാന്തമായ മനസ്സുള്ള അമ്മയുടെ മകളെ വളരെ ഉയർന്ന ഒരു പരിഷ്കാരിയായ യുവാവ് വന്ന് വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന, നിസാർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു യുവാവ് വന്ന് വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന ഒരു കഥ അതിനകത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സ്ത്രീയെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ആ പിൻകാല ചരിത്രത്തിൽ നമ്മൾ അവശതപ്പെട്ടവരായിരുന്നു എന്ന് പറയുന്നതോടൊപ്പം ബാല്യകാല സഖി എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ബാല്യകാലത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനും ഇതുപോലെ നമ്മുടെയൊക്കെ ബാല്യകാലത്തിലെ അനുഭവങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുവാനും ഒക്കെ ഈ സാംസ്കാരിക വേദിയിൽ ഒരു അവസരം ഒരുക്കണം. ഇതിനൊക്കെ തന്നെ വളരെയധികം സന്തോഷമുണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരുക്കുന്നതിൽ. ഒരു സാറിടവാൻ അവതരിപ്പിച്ചപ്പോൾ നമ്മൾ സമയം ചുരുക്കം ലോപിപ്പിച്ചു കൊടുത്തു. ഇനിയും സാറ് തുറന്നുള്ള ഒരവസ്ഥയിൽ പറയുന്നത്, അപ്പം അവർക്കൊക്കെ സംസാരിക്കാനുള്ള ഒരു അവസരം കുറച്ചുകൂടെ ദീർഘമായിട്ട് അത് കേൾക്കാൻ നമ്മളും അത് ശ്രമിക്കുവാൻ, സസ്നേഹം ഇരിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. ഏതായാലും ഇന്നത്തെയും സ്ത്രീ സ്വതന്ത്രയാണോ എന്ന് നാം എല്ലാവരും ചിന്തിക്കണം. ശാസ്ത്ര സാഹിത്യ പരിഷത്തും അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ ഒരു പഹയത്തി വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആരും ആ പുസ്തകം വായിക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ഇതാണ് ഈ പുസ്തകത്തെക്കുറിച്ച്, അവതാരണത്തെക്കുറിച്ച് ബഷീറിന് പറയാനായിട്ടുള്ളത്. പിന്നെ ഇവിടെ ഈ സമയം അതിക്രമിച്ച് ഇനി ഒത്തിരി സംസാരിക്കുക എന്ന് പറയുന്നത് അധിക പ്രസംഗമല്ല. അതിന്റെ അപ്പുറത്തെ ഒരു മലയാള ഭാഷയിൽ പുതിയ പദങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾക്ക് സമ്മാനിച്ചിട്ടുള്ള ബഷീർ തന്നെ വേണ്ടി വരും ഈ സമയം അതിക്രമത്തിന് പ്രസംഗത്തെ കുറിച്ച് സംസാരിക്കുവാനായിട്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ബഷീർ 2 വട്ടം മാനവരോഗത്തിന് ചികിത്സ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്ക് ഏറെ പേർക്കും അറിയാം. ഒന്ന്, ഞാൻ വിചാരിച്ചത് വിവാഹത്തിന് ശേഷമായിരിക്കും ഈ 2 പ്രാവശ്യം മനോരോഗം വന്നത്. ഭ്രാന്താലയത്തിൽ, വല്ലപ്പുഴ മാനസികാരോഗ്യ ആലയത്തിലാണ് ചികിത്സിക്കപ്പെട്ടിട്ടുള്ളത്. അത് വിവാഹത്തിന് ശേഷമാണെന്നാണ് വിചാരിച്ചത്. അല്ല, ഒന്ന് അതിന് മുൻപ് സംഭവിച്ചിട്ടുണ്ട്, അതിന് ശേഷവും സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 50-ാം വയസ്സിലാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. 908 ജനിച്ചു, 58 വിവാഹം കഴിക്കുന്ന. ആദ്യ രാത്രിയിൽ തന്നെ അദ്ദേഹത്തിന്റെ വസതി, ആദ്യ രാത്രിയിൽ ആ മുറിയിൽ വന്ന് കയറുന്നു തന്നെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്ന
പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ കയറി വരുമ്പോൾ ഇദ്ദേഹം കത്തി വീശി ആരാണ് എൻ്റെ ഈ അന്തപുരം കൊട്ടാരത്തിൽ കയറി വന്ന കശ്മലൻ, ഞാൻ അവനെ കൊല്ലുന്നു പറഞ്ഞിട്ട് കത്തി വീശി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ ജോസഫ് മുണ്ടശ്ശേരി മാഷിന്, എന്നിട്ട് മാഷായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ആനന്ദ തുന്തിലിതരായിട്ടുകൊണ്ട് ആ കട്ടിലിൽ കിടന്ന് മറിഞ്ഞ് അത്രയും സുഹൃത്തുക്കളായിരുന്നു മുണ്ടശ്ശേരി മാഷും അതുപോലെ തന്നെ ബഷീർ സാർ. ഞാനിപ്പോ വേറെ ഞാൻ പറഞ്ഞില്ലേ സമയ കുറവ് സദയം ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കാര്യം മാത്രം സൂചിപ്പിക്കാനായിട്ടുള്ള. ഇപ്പൊ പലരും ഫലിതത്തെ കുറിച്ച് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഈ സമയത്തെ കുറിച്ച് മാത്രം ഞാൻ സൂചിപ്പിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് ബേപ്പൂരാണല്ലോ അദ്ദേഹത്തിന്റെ വസതി. അദ്ദേഹം പോകുന്നത് കണ്ണൂർ ഉദ്ഘാടനത്തിന് പോകുന്ന നേരത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ ക്ഷീണിച്ചാൻ അവസരമാണ്. അപ്പൊ അതുകൊണ്ട് സംഘടകർ പറഞ്ഞു കുറച്ച് സാവധാനം കാറ് പോയാൽ മതി, അത് അവിടെ എത്തുമ്പോഴത്തിന്റെ ആരോഗ്യത്തിനെ സൂക്ഷിക്കണം എന്നുള്ളത്. അതുകൊണ്ട് സംഘടകരിലെ രണ്ടുപേരും അതുപോലെ തന്നെ ഡ്രൈവർ വളരെ പയ്യാണ്. അന്നത്തെ അംബാസഡർ 40-45 പോയപ്പോൾ ബഷീർ ബേപ്പൂരിൽ നിന്ന് കണ്ണൂർക്ക് പോവുകയാണ്. അദ്ദേഹം കുറെ പോയതിനു ശേഷം അസ്വസ്ഥനായി. അദ്ദേഹം പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു ഡ്രൈവറോട്. വണ്ടി നിർത്തുന്നില്ല. വണ്ടി വീണ്ടും പോയി വണ്ടി നിർത്താനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് വളരെ ക്ഷുഭിതനായിട്ടില്ല, ക്ഷോഭിച്ചുകൊണ്ട് സംസാരിച്ചു. വണ്ടി ചാരം നിർത്തി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വണ്ടിക്ക് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ പോയിക്കോ, ഞാൻ നടന്നു വന്നേക്കാം, എനിക്ക് ഉദ്ഘാടന സമയത്ത് തക്ക സമയത്ത് തന്നെ അവിടെ എത്തിച്ചേരണം എന്നുള്ള ഉത്തരവാദിത്വമുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ വണ്ടി 40-45 പോകുന്ന വണ്ടിയുടെ സ്പീഡ്, അദ്ദേഹം വളരെ വേഗതയിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ്. ഈ 40-45 കിലോമീറ്റർ സ്പീഡിൽ പോയത് അദ്ദേഹത്തോട്ട് പിടിച്ചില്ല. അദ്ദേഹം പുറത്തിറങ്ങി അങ്ങനെ പറഞ്ഞു. അതിന് ശേഷം വണ്ടി 80-90-ൽ 100-ൽ വണ്ടി വിടുകയാണ് ചെയ്തത്. അപ്പോൾ അത് അങ്ങനെ അത് പറയുന്നുണ്ട്.